ഇതുവരെ തുടർന്ന യു ടേൺ ആണ്. 2 യു ടേണുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതിൽ കൃത്യമായൊരു വിശദീകരണം നൽകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ സണ്ണി ജോസഫ് ആണെങ്കിലും ഇപ്പോൾ ഭാര്യ സഹോദരൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹം രാജി കൊടുത്ത ശേഷവും പ്രതികരിച്ചത് അതൊരു ആപ്റ്റായ നിയമനമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത്. എനിക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് വിശ്വസ്തനായ ഒരു ആളായി നിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശ്വസ്തരല്ലേ എന്നുള്ള ചോദ്യം നമ്മൾ അന്നേ ചോദിച്ചതാണ്. അപ്പോൾ രണ്ടാമത്തെ യു ടേൺ എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവത്തുള്ള വിഷയമാണ്. മറ്റേത് രാഷ്ട്രീയ നിയമനമാണ്. അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഒരു ഔചിത്യക്കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ധാർമ്മികമായ പ്രശ്നമുണ്ട്. ഔചിത്യക്കുറവ് മാത്രമല്ല, ധാർമ്മികമായ പ്രശ്നം കൂടിയുണ്ട്. ഇതിൽ ഈ അഡ്വക്കേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ചിരുന്ന ഒരു അഭിഭാഷകൻ വരുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം അത്ര ശക്തമായി ഉന്നയിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ അത് UDF അധികാരത്തിലേക്ക് വരാൻ തന്നെ ഇടയാക്കിയതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുകയും ചെയ്യുകയാണ്. നമ്മൾ കേട്ടതാണ് ആ പാട്ട് അവിടെ പാടിക്കൊണ്ടിരുന്നത്. ആ പാട്ട് പാടി തന്നെയാണ് നേതാക്കൾ വോട്ട് തേടിയിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ വലിയ താല്പര്യമില്ലേ ഈ സർക്കാരിന് എന്ന് സംശയിക്കാവുന്ന രീതിയിലാണ് പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകനെ പ്രത്യേക പോസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്നുള്ളത് ദേവസ്വം ബോർഡ് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു പ്രത്യേക പദവി വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി ദേവസ്വം വകുപ്പിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ ഉണ്ടാകും, കുറച്ചുകൂടി കാര്യങ്ങൾ പരിശോധനകളിലൂടെ നടത്തി കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ദൗർഭാഗ്യവശാൽ എന്ന് പറയുകയാണെങ്കിൽ അതേ പോസ്റ്റിലേക്ക് തന്നെ ആ കേസിലെ പ്രതിഭാഗത്തിന് അഭിഭാഷകൻ എത്തുകയാണ്. ഇപ്പോൾ 24 മണിക്കൂറിൽ ആ തീരുമാനമുണ്ടായി എന്നുള്ളത് റിപ്പോർട്ടർ TV ആണ് വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. നമ്മുടെ നിയമകാര്യ ലേഖകൻ ശ്യാം ദേവരാജാണ് വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ആ വാർത്ത ബ്രേക്ക് ചെയ്ത് 24 മണിക്കൂറിനകത്ത് തീരുമാനമുണ്ടായത് എന്നുള്ളത് ശുഭകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു പിഴവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തുന്നു. ഇപ്പോൾ 2 പിഴവുകളായാലും മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താൻ തയ്യാറാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരിക്കുന്ന പല ബന്ധു നിയമനങ്ങളായാലും അതല്ലാത്ത നിയമനങ്ങളായാലും ആരോപണങ്ങൾ ഉയരുകയും പ്രതിഷേധമുണ്ടാകുകയും വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുകയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്ത ഘട്ടത്തിലൊന്നും തന്നെ അത്തരത്തിലൊരു തീരുമാനം തിരുത്തലിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന പ്രതികരണം, ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഇന്നലെ എന്താണ് ദേവസ്വം മന്ത്രി അതിനോട് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ദേവസ്വം മന്ത്രി പറയുന്നത് ജനങ്ങൾക്ക് വലിയ വേദനയുണ്ടായി, ജനങ്ങളുടെ പ്രതിഷേധം എന്ന വാക്കല്ല അത് ഉപയോഗിച്ച്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തീരുമാനമാണ് എന്ന് കണ്ടതുകൊണ്ട് അത് തിരുത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് അദ്ദേഹം താൻ അറിഞ്ഞല്ല നിയമനം എന്ന് പറയുന്നില്ല, അത് തിരുത്തുകയാണ്. മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുന്നു. ഇന്ന് ഭക്തജനങ്ങൾക്ക്, അതെ, ഭക്തജനങ്ങളുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആ തീരുമാനം പറയുന്നത്. അപ്പുറത്ത് സണ്ണി ജോസഫിന്റെ പ്രതികരണം പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം KPCC അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം നടത്തിയ ബന്ധു നിയമനം ത്തിൽ നിന്ന് അദ്ദേഹത്തിന്